പ്രവാസ ലോകത്തെ വാർത്തകൾ. UAE സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കുന്നു. 2025 ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 6.2% വളർച്ച രേഖപ്പെടുത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2025 UAEയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 6.2% വളർച്ചയോടെ 1.9 ട്രില്യൺ ദിർഹത്തിലെത്തിയതായി ഫെഡറൽ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ അറിയിച്ചു. എണ്ണ ഇതര GDP 2024 അപേക്ഷിച്ച് 2025 6.8% വർദ്ധിച്ച് 1.5 ട്രില്യൺ ദിർഹത്തിലെത്തി. എണ്ണ ഇതര മേഖലകളിലെ ശക്തമായ വളർച്ചയുടെയും പുതിയ സാമ്പത്തിക വ്യവസായങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്കിൻ്റെയും പിന്തുണയോടെ വൈവിധ്യമാർന്നതും സുസ്ഥിരവുമായ സാമ്പത്തിക മാതൃക വികസിപ്പിക്കുന്നതിൽ UAE ലക്ഷ്യം കാണുന്നുവെന്നാണ് ഈ സാമ്പത്തിക ഫലങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. 2025 നിരവധി സാമ്പത്തിക മേഖലകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിർമ്മാണ മേഖല 11.1% വളർച്ചയോടെ മുന്നിലെത്തിയപ്പോൾ ധനകാര്യ ഇൻഷുറൻസ് മേഖല 10.4%, റിയൽ എസ്റ്റേറ്റ് മേഖല 7.9%, ഗതാഗത സംഭരണ മേഖല 7.8% വളർച്ച നേടി. ഇത് UAEയിലെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉടനീളമുള്ള തുടർച്ചയായ മുന്നേറ്റത്തിന് തെളിവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വാടകയുമായി ബന്ധപ്പെട്ട ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു. വ്യാജ പരസ്യങ്ങളുടെ കെണിയിൽ വീഴരുതെന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആകർഷകമായ നിരക്കിൽ അപ്പാർട്ട്മെന്റുകൾ വാടകയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾ ഒമാനിൽ വർദ്ധിച്ചു വരുന്നു. ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. തട്ടിപ്പുകാർ പലപ്പോഴും ഇരകളോട് ബുക്കിംഗ് ഉറപ്പാക്കുന്നതിനോ പ്രാഥമിക ഫീസ് ഇനത്തിലോ മുൻകൂർ പണം കൈമാറാൻ ആവശ്യപ്പെടും. പണം ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാകില്ലെന്ന് ബോധവൽക്കരണ നിർദ്ദേശത്തിൽ അതോറിറ്റി വ്യക്തമാക്കി. ഇതിനുശേഷമാണ് തങ്ങൾ കണ്ട പ്രോപ്പർട്ടി പരസ്യം വ്യാജമായിരുന്നു എന്ന് ഇരകൾ തിരിച്ചറിയുന്നത്. വാടകയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയോ സേവനമോ യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് യാതൊരുവിധ മുൻകൂർ പണമിടപാടുകളും നടത്തരുതെന്ന് RTA പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കുന്നതിനായി പ്രസ്തുത സ്ഥലം നേരിട്ട് സന്ദർശിക്കാനും ലൈസൻസുള്ള ഓഫീസുകളുമായോ രജിസ്റ്റർ ചെയ്ത കമ്പനികളുമായോ മാത്രം ഇടപാടുകൾ നടത്താനും അധികൃതർ താമസക്കാർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ പെട്രോൾ വിലയിൽ വർധന. ജൂൺ 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ. UAE ഇന്ധനവില നിർണയ സമിതിയാണ് പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. പെട്രോൾ വില വർദ്ധിച്ചപ്പോൾ ഡീസൽ വിലയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. പുതുക്കിയ നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് ജൂൺ മാസത്തിൽ 3 രൂപ 95 ദിർഹമായിരിക്കും വില. മെയ് മാസത്തിൽ ഇത് 3.66 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.83 ദിർഹവും E+91 പെട്രോൾ ലിറ്ററിന് 3.76 ദിർഹവുമാണ് പുതുക്കിയ നിരക്ക്. ഡീസൽ വില ലിറ്ററിന് 4.33 ദിർഹമായി കുറഞ്ഞു. മെയ് മാസത്തിൽ 4.69 ദിർഹമായിരുന്നു. പെട്രോൾ വിലയിൽ ലിറ്ററിന് ഏകദേശം 28 മുതൽ 29 ഫിൽസ് വരെയാണ് ഇത്തവണ വർധനയുണ്ടായിരിക്കുന്നത്. എന്നാൽ ഡീസൽ വിലയിൽ ലിറ്ററിന് 36 ഫിൽസിന്റെ കുറവ് രേഖപ്പെടുത്തിയത് ചരക്കു നീക്ക മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.